നമ്മുടെ നാട്ടുകാർക്കൊക്കെ ചാൻസ് വല്ല സാധ്യതകളുണ്ടോ? എടാ ഉണ്ടടാ. എന്താ ഞാനിപ്പോൾ ഈ പടത്തിന് തന്നെ ഇതിലൊരു ക്യാരക്ടറിന് ഞാൻ ആദ്യം ആലോചിച്ചത് നമ്മുടെ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നിങ്ങളെ നാടകം പഠിപ്പിച്ചുള്ള പാലനക്കരുള്ള നമ്മുടെ ശിവന് പൂരത്തിലൊക്കെ അഭിനയിച്ചു. അതൊരു ഗംഭീര ക്യാരക്ടറാണ്, ഒരു വലിയ ക്യാരക്ടർ. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ശിവൻചനെ വിളിച്ചു. അപ്പോൾ ശിവണൻ അന്ന് പിറ്റേ ദിവസം മോളുടെ അഡ്മിഷന് വേണ്ടി ബറോഡയിൽ പോയി. അത് കാരണം അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഗംഭീര ക്യാരക്ടർ, ഒരു ജൈജാൻറ്റിക് ക്യാരക്ടർ. പണം വരുമ്പോൾ ആ ക്യാരക്ടർ കാണാം. അത് പിന്നീട് വേറൊരു വലിയൊരു ആർട്ടിസ്റ്റ് എനിക്കൊരു ഭാഗ്യത്തിന് ആ സമയത്ത് കിട്ടി. അദ്ദേഹം വന്ന് ചെയ്തു. വലിയ വലിയ ക്യാരക്ടർ. അവൻ ശിവൻ സാറിനെ പറ്റി നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ആ അത് നമ്മൾ പറയുന്നത് സമയം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് മോളുടെ അഡ്മിഷനായിട്ട് ബറോഡയിൽ പോകേണ്ടി നമ്മുടെ സിനിമ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പറയാം. സിനിമ ഭയങ്കര സമയം എന്ന് പറയുന്ന സാധനം ഭയങ്കര കളറാണ്. അപ്പോൾ ഈ കഥാപാത്രങ്ങളെയൊക്കെ നിങ്ങൾ സെലക്ഷൻ ഉണ്ടാകുമല്ലോ ഉറപ്പായിട്ടും. ആ സമയത്ത്, അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് എഴുത്തുകൊണ്ടല്ലോ നിലവിൽ തിരക്കഥയൊക്കെ എഴുതുമല്ലോ, ആ സമയത്ത് നമ്മുടെ ചില ക്യാരക്ടറുകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരെയൊക്കെ ഓർക്കാറുണ്ട്. ആ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്ത് വരാറുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിലെ നമ്മളൊക്കെ എഴുതി പോകുമ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ നാടെല്ലാം എഴുതാം. വിയർത്തൊഴുകുന്നുണ്ട് ഒരു കഷ്ണം തുണി കഷ്ണം ടിഷ്യൂ പേപ്പറിൽ ഉപകാരമായിരുന്നു. അതിന് വേറെ രസമുണ്ട്. ഫാനിട്ടാൽ സൗണ്ട് ആവും. പിന്നെ നിങ്ങൾക്ക് സൗണ്ട് പ്രൂഫിങ് ചെയ്യുന്ന ഒന്നുമില്ല നമുക്ക്. പിന്നെ നോക്കട്ടെ, അടുത്ത തവണ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റാക്കാം. സൗണ്ട് പ്രൂഫിങ്, അടിപൊളി മൈക്രോഫോണും ലൈവ് കൊടുക്കത്തക്കാനുള്ള സംവിധാനമൊക്കെ. പറയാ ഞാൻ എൻ്റെ ഒരു ചോദ്യം, കുളത്തുപുഴക്കാരെ ഏതെങ്കിലും രീതിയിൽ നിന്റെ സിനിമകളിൽ പരിഗണിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കുളത്തുപുഴയെന്നോ ജോഴിക്കോടെന്നോ പിന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരമെന്നോ ഉള്ള ലൈനിലല്ലടാ പരിഗണിക്കുന്നത്. നമുക്ക് കഴിവുള്ളവരെ ഞാൻ പറഞ്ഞില്ലേ, ഈ കുളത്തുപുഴക്കാർ പരിഗണിച്ചു എന്ന് പറയാൻ ഓരോ നാട്ടിലുള്ളവർ നമ്മളെ കഴിവുള്ളവർ നമ്മുടെ അടുത്തും കൂടെ എത്തിയാലേ നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് ആരുടെ അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബും സാധനമൊക്കെ വന്നപ്പോൾ ഒത്തിരി പേരുടെ വീഡിയോസും സാധനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്നവർ ഇതുപോലെ നമ്മളെപ്പോലുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യപ്പെടുകയും, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അതിൽ കൂടെയൊക്കെ അവരുടെ സംഭവങ്ങൾ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യും. ഇപ്പം തന്നെ നമ്മുടെ ചോഴിപ്പുറത്തെ കുറെ പിള്ളേരെ ഇടയ്ക്ക് ഭയങ്കര ഇഷ്യൂ ആയ ഒരു വൈറൽ വീഡിയോ നമ്മുടെ സുജിത്തൊക്കെ ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ സത്യത്തിൽ അടുത്തൊരു പ്രോജക്റ്റിൽ ഞാൻ ആ കുട്ടികളെ ഞാൻ ആലോചിക്കുന്നുണ്ട്. മിടുക്കൻ പിള്ളേരാണ്. അപ്പൊ അവര് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ അങ്ങനെ ഒരു കുട്ടികളുണ്ടെന്ന് അറിഞ്ഞത്. അല്ലാതെ അറിയാതെ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള സാധനം ഞാനിപ്പോൾ തന്നെ ഞാനിപ്പോൾ ചെയ്ത ഒങ്കാറയില് ഒരു പ്രധാന കഥാപാത്രമായിട്ട് നമ്മുടെ പിന്നെ പാലത്തിനക്കരയുള്ള നമ്മുടെ ശിവൻ സാർ നന്നായിട്ട് തബലയൊക്കെ അടിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു നെടുമുടിയോട് ഡയറക്ട് ചെയ്ത പൂരം എന്ന് പറഞ്ഞ നായകനാണ്. പിന്നെ കമലതളം എന്ന് പറഞ്ഞ സിനിമയിലെ സത്യത്തില് ലാലേട്ടന്റെ ഡാൻസുകൾ മുഴുവൻ അദ്ദേഹമാണ്. അദ്ദേഹമാണ് പഠിപ്പിച്ചു കൊടുത്തതും അദ്ദേഹം തന്നെയാണ് ഡ്യൂപ്പായി ചെയ്തത്. അപ്പൊ സത്യത്തില് പിന്നെ ലോകം അറിയാതെ പോയ ഒരു കലാകാരൻ. ഏകാംഗ നാടകമൊക്കെ എടുക്കാൻ ഇവർ ഭയങ്കര പ്രൊഫഷണൽ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഷാനവാസനൻ പിന്നെ ശിവണ്ണൻ മണിയണ്ണൻ. അതെ അതുപോലെ കുളത്തുപുഴ വേറെയും കുറെ കലാകാരന്മാരുണ്ട്. നമ്മുടെ സുൽവള്ളിക്കാല പിന്നെ അമൃതയിലെ ഗോവണ്ണ. അതുപോലെ വേറെ ആളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിന്നെ ചിത്ര സ്റ്റുഡിയോയിലെ ജോർജ് അച്ചായൻ ഭയങ്കര കഴിവുള്ള. നമ്മുടെ നാട്ടിൽ നമ്മൾ നീ നേരത്തെ പറഞ്ഞ പോലെ പമ്മിയിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് നമുക്ക് പോകാൻ എത്തിപ്പെടാനുള്ള പ്രശ്നങ്ങൾ കാരണം പക്ഷെ ഇവരുടെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ല കുറെ സൃഷ്ടികൾ ഉണ്ടായിരുന്നു. കാലത്തിന്റെ പ്രശ്നം. ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയ ടെക്നോളജി അന്ന് ഇവരൊക്കെ എനർജറ്റിക് ആയി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഇതുപോലെയുള്ള പിന്നെ സോഷ്യൽ മീഡിയയും ഇതുപോലെയുള്ള ചെറിയ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഫിലിം ക്യാമറ ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ, വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല. വീഡിയോ ക്യാമറ VHS പിന്നെ വരുന്നു. അതിന് എടുത്താലും അതെവിടെ കാണിക്കും?
അതൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബ് ടെക്നോളജി മാറി. ഇത് നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യുന്നതല്ല, അത് ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റി. ഞങ്ങളുടെ കൂടുതൽ പിന്നെ ചോഴിക്കൊടുത്ത പിന്നെ നമ്മുടെ ഇപ്പം പുറത്തുപുഴ സ്റ്റേഷനിലുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കടക്കൽ സ്റ്റേഷനിലാണ് പോലീസ്, ബൈജു, അങ്ങനെ ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. പിന്നെ ഷാനവാസ്, പിന്നെ അല്ലല്ല അലി ബാദുഷാക്കയുടെ നിസാർക്ക്. ചോഴിക്കോട് വെച്ചാൽ ഞാൻ പറയില്ലേ, ചോഴിക്കോട്ട് ഒരുവിധം എല്ലാവരും അവിടെ ഞങ്ങളുടെ സ്റ്റാർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, ഞങ്ങളുടെ സീനിയർ ബാച്ചായിരുന്നു. അലി ബാദുഷാക്ക, ശ്രീകുമാരണ്ണൻ, ജയരാജ് അണ്ണൻ, അവര് അങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പായിരുന്നു. അതൊരു ഭയങ്കര സംഭവം. അത് കഴിഞ്ഞ് പിന്നെ യുസുദ്ദീനും ഹംസയും പിന്നെ അങ്ങനെ അവര് ചേർന്നിട്ട് അവര് മറ്റൊരു പിന്നെ ഒരു ക്ലബ് ഉണ്ടാക്കി. അപ്പോൾ 2 ക്ലബ്ബായി. അപ്പോൾ സ്റ്റാർ ബ്രദേഴ്സ് തന്നെ കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യങ്സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. ഞങ്ങളൊക്കെ യങ്സ്റ്റാറിൽ കളിച്ചു തുടങ്ങിയത്. യങ്സ്റ്റാറിൽ കളിച്ചു ഞങ്ങളെ സ്റ്റാറിലേക്ക് ഇതുവരെ കയറ്റിയിട്ടില്ല. ഇപ്പോഴും കാരണം അവരാണ് ഇപ്പോഴും. നമ്മുടെ ബിജു സാറിന് എന്താ വകുപ്പില്ലായിരുന്നു? നമ്മുടെ ബിജു സാർ താഴത്തെ ബിജു സാർ ഭയങ്കര ഗിത്താറിസ്റ്റ്. ബിജു സാർ സ്റ്റാറിന്റെ മുതലാളിയായിരുന്നു. ചെറിയൊരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വീട്ടില്. ഞങ്ങൾ നാടകത്തിന്റെ റിഹേഴ്സലും അത് അവിടെയൊക്കെ. പിന്നെ സത്യത്തിൽ ആദ്യമായിട്ട് പിന്നെ അരിപ്പ സ്കൂളില് മധുസാറ് നാടകം അഭിനയിപ്പിച്ചു. അതിനുശേഷം എന്നെ നാടകത്തില് സ്റ്റേജിൽ കയറ്റുന്നത് പിന്നെ ഈ സ്റ്റാർ ബ്രദേഴ്സിന്റെ നാടകം ഉണ്ടായിരുന്നു. അതില് പെൺവേഷം കെട്ടിച്ചിട്ടുണ്ട്. അത് എന്നെ മേക്കപ്പ് ചെയ്തത് നമ്മുടെ അലോഷ്യസ് അച്ചാരാണ്. അവിടെ അലോഷ്യസ് അച്ചാൻ അവിടുന്ന് ചേച്ചിയുടെ അവിടുത്തെ അവരുടെയോ നൈറ്റിയൊക്കെ കൊണ്ടുവന്ന് ഇടിപ്പിച്ച് അങ്ങനെ പെൺവേഷം കെട്ടിച്ച് ആദ്യമായിട്ട് അതും ചോഴിക്കോട് പള്ളിയോട് ചേർന്ന് ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന് അവിടെയായിരുന്നു പണ്ട് ചോഴിക്കോട് സ്റ്റേജ് ചെയ്യുന്നത്. ആ സ്റ്റേജിലായിരുന്നു സത്യത്തില് എനിക്ക് എന്റെ ഓർമ്മകളുടെ തുറന്നത്. നമ്മളല്ലേ കലാകാരൻ, നമ്മൾ കുളത്തുപുഴയിൽ നിന്ന് നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കുളത്തുപുഴയെന്നല്ലേ, നമുക്ക് എവിടെ നിന്നായാലും കഴിവുള്ളവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് കുളത്തുപുഴ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം തന്നെ കുളത്തുപുഴയിൽ ഒരു പടം സനൂജിന്റെ പടം വന്നു. അത് പുള്ളി സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തെന്നാണ് ഞാൻ കേട്ടത്. നല്ലൊരു പാട്ടുകാരനോ, നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ ഞാൻ പറയാം അങ്ങനെ നമ്മുടെ ഈ ഏരിയ ഭയങ്കര കലാകാരനാണ്. നമ്മുടെ ഇവിടെ നിന്നിട്ട് നമുക്ക് പുറത്തേക്ക് എത്താൻ പറ്റാതെ പോയതിനാണ് പണ്ടത്തെ ഒരു തലമുറയ്ക്കുള്ള പ്രശ്നം. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ തന്നെ ഞാനിന്നിപ്പോ കുളത്തുപുഴ കണ്ട ഒരു പെൺകുട്ടി, ആ കുട്ടി പിന്നെ ഒരു പ്രത്യേക സ്പോർട്സ് വിഭാഗം, അതിന്റെ പേര് കൂടെ എനിക്ക് ഇപ്പോഴും അറിയില്ല. ആ വിഭാഗത്തില് നാഷണൽ റണ്ണർ, ഒരു ബാസ്കറ്റ് ബോളിന്റെ വേറെ ബാസ്കറ്റ് ഇല്ലാതെ കളിക്കുന്ന അങ്ങനത്തെ ഒരു ബോളുണ്ട്. എന്റെ പേരെനിക്കറിയില്ല. അപ്പൊ അതിന് നാഷണൽ വിന്നറാണ്, വെച്ചാൽ റണ്ണറപ്പാണ്. അപ്പൊ അല്ല, നമ്മള് വോളിബോളിന്റെ പേര് കേട്ട സ്ഥലമാണ് കുളത്തുപുഴ. വോളിബോളിന്റെ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഒത്തിരി പേരുണ്ട്. നമ്മുടെ നിസാറുകാർക്ക് ഒത്തിരി പേര് അതിനുവേണ്ടി അങ്ങ് ജീവിക്കുകയാണ്. അതെ, ഞാൻ പറയല്ലേ, അത് കുളത്തുപുഴയും ചോഴിക്കോട് അന്ന് എൻ്റെ സമയത്തോടെ പഠിച്ച എല്ലാവരും വോളിബോൾ കളിച്ച് പിന്നെ പട്ടാളത്തിൽ കയറിയവരാണ്. ഷജിയും അവരെല്ലാം ഒത്തിരി പേര്. അത് ഞമ്മല്ലേ ഒരു നമ്മൾ സ്പോർട്സിലും കലയ്ക്കും ഒക്കെ പഞ്ചായത്തിന്റെ നാഷണൽ ഗെയിമായിട്ട് പ്രഖ്യാപിക്കണം വോളിബോൾ. സ്റ്റേഡിയം ഉണ്ടോ ഇപ്പോഴും? സ്റ്റേഡിയം ഉണ്ട്, പക്ഷേ സ്റ്റേഡിയം അവസ്ഥയൊക്കെ വളരെ മോശമാണ്. പക്ഷെ പണ്ടൊക്കെ നമുക്ക് ലത്തീഫാക്കെ പോലുള്ളവരൊക്കെ പഞ്ചായത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൽ അത്രയും പരിഗണന ഈ കാര്യങ്ങൾക്ക് ഇന്നുള്ളവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ അതൊരു ചോദ്യമായിട്ട് ഇങ്ങനെ കിടക്കട്ടെ. നമ്മളാരും കുറ്റം പറയുന്നില്ല, ഞാൻ പറയുകയാണ്. നമ്മളാരും കുറ്റം പറയുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലോകം മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്ത് പോകാം ഉറപ്പായിട്ടും. കാരണം ഹിൽ ഹൈവേ മാത്രം വന്നപ്പോൾ പോരല്ല. അല്ലല്ല, നീ ഇച്ചിരി സൗണ്ടിൽ പറയണേ. ഹിൽ ഹൈവേ മാത്രം വന്നാൽ പോരല്ലോ, വികസിച്ച് പോകേണ്ടതാണ്. ഇപ്പം തന്നെ അരിപ്പലത്തെ MMO മറ്റേ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളൊക്കെ, പിന്നെ നല്ല സിനിമ ലൊക്കേഷൻസ്. ഞാൻ ഇടാ പോടാതൊക്കെ വിളിക്കുന്നതിന് എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതിന്റെ ഇടയിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അല്ല, നമ്മുടെ ഇതുകൊണ്ടായി അത് ഒരു ക്യാഷ് ടോക്കായി മാറട്ടെ എന്ന് കരുതി അങ്ങനെ പറയുന്നത് കേട്ടോ. അതുകൊണ്ടല്ലേ ക്യാഷ് ടോക്കായെന്നല്ലേ ഇവൾക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഓടാനുള്ള സാധ്യത.
തിരുവനന്തപുരം ജീവിതം എങ്ങനെയുണ്ട്? തിരുവനന്തപുരം സിറ്റി ജീവിതം എങ്ങനെയുണ്ട്? നമ്മുടെ പിള്ളേർക്ക് സിറ്റി ജീവിതം പ്രിഫർ ചെയ്യുന്നുണ്ടോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, എന്നാൽ കൂടി തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ, അതായത് നമ്മൾ ഗ്രാമപ്രദേശത്ത് പഠിച്ചവരാണ്, നമ്മുടെ തലമുറ ഒരുപക്ഷെ സിറ്റി പഠിച്ചാൽ കുറച്ചും കൂടെ ഇതാ അങ്ങനെയുള്ള ചിന്തയുണ്ടോ? ഞാനല്ല അവിടെ ലോക്ക്ഡായി